വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്കിംഗ് ട്രീ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 2 Corinthians chapter 4. ഇതിൽ 7ാമത്തെ ദൈവവചനം ഇപ്രകാരം പറയുന്നു: എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആവർത്തിച്ച് ഈ ഒരു അധ്യായത്തിൽ ഞങ്ങൾക്ക് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് ലീഹ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഞങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോസ്തോലന്മാരും പൗലോസ് ലീഹയും തിമോത്തിയോസും തീത്തോസും അടങ്ങുന്ന ആ അപ്പോസ്തോലിക സമൂഹത്തെയാണ്. ഈ ഒരു അധ്യായത്തിന്റെ പശ്ചാത്തലം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ കൊരിന്തോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണിത്. എന്നാൽ കൊരിന്തോസിൽ വർദ്ധിച്ചു വരുന്ന അവിശ്വാസത്തിന് അല്ലെങ്കിൽ അവിശ്വാസത്തെ പ്രതി പൗലോസ് ലീഹ വളരെ വേദനാജനകമായിട്ടാണ് ഈ ഒരു അധ്യായം എഴുതുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. പൗലോസ് ലീഹയുടെ അപ്പോസ്തോലിക അധികാരം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ ഒരു അധ്യായം. തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അപ്പോസ്തോലിക അധികാരം സ്വന്തം സൃഷ്ടിയല്ല എന്നും ഇതിന്റെ പൂർണ്ണമായ അധികാരം പരമമായ ദൈവത്തിന്റെ ശക്തിയാൽ ആണ് എന്ന് പൗലോസ് ലീഹ ഇവിടെ ഈ ഒരു അധ്യായത്തിലൂടെ സ്ഥാപിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഒരു അധികാരം നൽകിയിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ് എന്ന് വ്യക്തമാക്കുകയാണ് പൗലോസ് ലീഹ. എന്താണ് നിധി എന്നും മൺപാത്രമെന്നും പൗലോസ് ലീഹ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഈ നിധി എന്നതുകൊണ്ട് പൗലോസ് ലീഹ പറയുന്നത്? എന്തായാലും സമ്പത്തിനെ പറ്റിയല്ല, നേരെ മറിച്ച് അതിനേക്കാളേറെ വളരെയേറെ വിലപ്പെട്ട മറ്റൊന്നാണ്. അതായത് സുവിശേഷത്തിന്റെ സന്ദേശം. യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പൗലോസ് ലീഹ സൂചിപ്പിക്കുകയാണ്. നിത്യജീവൻ നൽകുന്ന ഈ അറിവ് സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു നിധി എന്നതുപോലെ തന്നെ ഈ നിധി വർദ്ധിപ്പിക്കുവാൻ കൂടിയുള്ളതാണ് എന്നും പൗലോസ് ലീഹ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തായിരിക്കും ഈ മൺപാത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് മൺപാത്രങ്ങൾ? മൺപാത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തർ തന്നെ, അതായത് മനുഷ്യർ. നമ്മുടെ നശ്വരമായ ജീവിതത്തെയാണ് ഈ മൺപാത്രത്തിലൂടെ എപ്പോ വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഒരു മൺപാത്രത്തിലാണ് ഇത്ര വിലപ്പെട്ട അല്ലെങ്കിൽ ഇത്രമാത്രം വിലമതിക്കുന്ന നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിലൂടെ ദൈവത്തിന്റെ അതീതമായ സ്നേഹവും കരുണയും ആ കാരുണ്യവുമെല്ലാം നമുക്ക് കാണിച്ചു തരികയാണ് ഈ ഒരു അധ്യായത്തിലൂടെ. ഇത്രമാത്രം പരിമിതമായ നശ്വരമായ ഒരു ജീവിതമുള്ള നമ്മൾക്ക്, അതേപോലെ തന്നെ ബലഹീനതയും ദുർബലതയും നിറഞ്ഞ ഒരു ജീവിതം കൈകാര്യം ചെയ്യുന്ന മനുഷ്യർക്ക് എത്ര വിലപ്പെട്ട ഒരു നിധിയാണ് ദൈവം നൽകിയിരിക്കുന്നത് എന്ന് പൗലോസ് ലീഹ നമ്മെ ചിന്തിപ്പിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു പോകാവുന്ന ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ നശ്വരമായ ഈ ജീവിതത്തിൽ ഇത്ര വിലമതിക്കുന്ന ഒരു നിധി തന്ന ആ ദൈവത്തിന്റെ അതീതമായ സ്നേഹത്തെ നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണമെന്ന ഒരു ആഹ്വാനവും കൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളുടെ ജീവിതം എത്രമാത്രം എളിമയിലും അതേപോലെ തന്നെ നമ്മളുടെ ദുർബലതയും ബലഹീനതയും എത്രമാത്രം നശ്വരമാണ് എന്നും കൂടി ചിന്തിച്ച് ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് അങ്ങനെ നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, ഇവിടെ മറ്റൊരു വാക്യം പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 6ാമത്തെ ദൈവവചനം: അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ആ ദൈവം നമ്മളുടെ ഈ നശ്വരമായ ജീവിതത്തെ എത്രമാത്രം പ്രകാശപൂർണമാക്കും എന്ന്. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് തന്നിട്ടുള്ള താലന്തുകൾ, അതായത് നിധിയാകുന്ന താലന്തുകളെ തിരിച്ചറിഞ്ഞ്, കാരണം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ പലതരമാണ്. നമ്മൾ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ദാനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പഠിപ്പിക്കുവാനുള്ള ദാനമാണെങ്കിൽ മറ്റു ചിലർക്ക് രോഗശാന്തി ആയിരിക്കാം, മറ്റു ചിലർക്ക് ഗിഫ്റ്റ് ഓഫ് ടങ്സ് ആയിരിക്കാം. അങ്ങനെ പലതരം ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന്. നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള നിധിയാകുന്ന താലന്തുകളെ വർദ്ധിപ്പിച്ച് അത് പരമോന്നതമായ ആ ദൈവത്തിന് തിരിച്ചു നൽകാനുള്ളതാണ് എന്ന് ഓർത്തുകൊണ്ട് നമ്മളുടെ പരിമിതമായ ഈ ജീവിതം അല്ലെങ്കിൽ നശ്വരമായ ഈ ജീവിതത്തെ മുന്നോട്ട് പ്രകാശിപ്പിക്കണമെന്ന് ഇത്തരം താലന്തുകളെ തിരിച്ചറിയുന്ന നിമിഷം നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആ ജീവിതം അത്ര സുഖകരമാവുകയില്ല എന്നും പൗലോസ് ലീഹ സ്വന്തം അനുഭവത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്.
പലരും നമ്മളെ ഞെരുക്കാൻ ശ്രമിക്കുമെന്നും പീഡിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അതുപോലെ തന്നെ തകർക്കുവാൻ ശ്രമിക്കുമെന്നും പലരും അടിച്ചു വീഴ്ത്തുവാൻ വരെ ശ്രമിക്കുമെന്ന് പോലും പൗലോസ് ശ്ലീഹ എടുത്തു കാണിക്കുകയാണ് സ്വന്തം ജീവിതത്തിലൂടെ. എന്നിരുന്നാൽ പോലും അത്തരം സഹനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം അന്ധകാരത്തിന്റെ പ്രകാശം പരത്തിയ ദൈവത്തിന്റെ ശക്തി കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പും വിനയത്തിലേക്കുള്ള ഒരു ആഹ്വാനമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളെ തന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമെന്നും അവസാനമായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വലിയൊരു കാര്യം, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ സ്നേഹമാകുന്ന സുവിശേഷ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഈ വലിയൊരു നിധി ഒരു മൺപാത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന്റെ ആ ഒരു സ്നേഹത്തെ നമുക്ക് കാണിപ്പിച്ചു തരുന്നത് ഈ ഒരു അധ്യായത്തിലൂടെ. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.